ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 6 വെള്ളിയാഴ്ചയാണ്. ഇന്നലെ അവസാന മണിക്കൂറിൽ നമ്മുടെ വിപണിയിൽ നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ലഭിച്ചതുകൊണ്ട് തന്നെ 1% മുകളിൽ ഉയർന്നാണ് നിഫ്റ്റിയും സെൻസെക്സും ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് അവറിന് ശേഷം ഓപ്പൺ ചെയ്ത US മാർക്കറ്റുകൾ വലിയ തോതിൽ തന്നെ ഇടിയുകയുണ്ടായി. പ്രത്യേകിച്ച് ഡൗ ജോൺസ് ആണ് 780 പോയിൻറ്റ്സിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇറാൻ ഒരു ഓയിൽ ടാങ്കറിനെ മിസൈൽ ആക്രമണം നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് ഇന്നലെ ക്രൂഡ് ഓയിൽ പ്രൈസുകൾ വൈകുന്നേരം നല്ല തോതിൽ ഉയരാനും കൂടാതെ US മാർക്കറ്റുകൾ ഇടിയാനും കാരണമായത്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 4%, WTI ഫ്യൂച്ചേഴ്സ് 8% നേട്ടവുമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ഇനി US മാർക്കറ്റിലേക്ക് തിരികെ വന്നാൽ S&P 500-ൽ ഇന്നലെ കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് 2 സെക്ടറുകളായിരുന്നു. ഹെൽത്ത് കെയർ സെക്ടർ 2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പാസഞ്ചർ എയർലൈൻസ് 5.4% ഇടിവും രേഖപ്പെടുത്തി. ഇനി US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ 0.91% നേട്ടത്തിലാണ് വിപ്രോ ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇൻഫോസിസ് ADR 0.45% നേട്ടമുണ്ടാക്കി. ICICI ബാങ്ക് 2.5% മുകളിൽ ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.3% ഇടിവും ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇനി യൂറോപ്യൻ വിപണികളും ഇന്നലെ നഷ്ടത്തിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുള്ളത്. 1.5% മുകളിലുള്ള ഒരു നഷ്ടമായിരുന്നു ഇന്നലെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളെല്ലാം ഉണ്ടാക്കിയത്. ഇന്നലെ യൂറോപ്യൻ വിപണിയിൽ സ്പെയിൻ ആയിരുന്നു ഫോക്കസിലുണ്ടായിരുന്നത്. സ്പെയിൻ അമേരിക്കയ്ക്ക് അവരുടെ സൈനിക ബേസുകൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള അനുമതി നിരസിച്ചത് ട്രംപിനെ ചൊടിപ്പിക്കുകയുണ്ടായി. സ്പെയിൻ വളരെ മോശമായി പെരുമാറി, അതിനാൽ സ്പെയിനുമായി എല്ലാ ട്രേഡും നിർത്തും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.62% ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ കോസ്പി മാർക്കറ്റ് 1.5% മുകളിലുള്ള ഒരു ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ US വിപണികൾ ഇടിയുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രത്യാഘാതം തന്നെയാണ് നമുക്ക് ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ കാണാൻ കഴിയുന്നത്. എന്നിരുന്നാലും ഇന്നലെ സൗത്ത് കൊറിയൻ മാർക്കറ്റ്, കോസ്പി മാർക്കറ്റ് ഇന്നലെ ഫോക്കസിലുണ്ടായിരുന്നു. 12% നേട്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ഒരു ഷാർപ്പായിട്ടുള്ള ഒരു റീബൗണ്ട് തന്നെയായിരുന്നു ഇന്നലെ നമുക്ക് ആ മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,640 എന്ന നിലയിലാണ്. 157 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 200 പോയിന്റ്സിന് മുകളിലായിട്ടുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ഗോൾഡ് പ്രൈസുകളിലേക്ക് വന്നാൽ ഇന്നലെ സ്പോട്ട് ഗോൾഡ് ഒരു തിരിച്ചുവരവ് നടത്തി 1.5% മുകളിലുള്ള ഒരു നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,19,440 എന്ന നിലയിലായിരുന്നു. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 3% ഇടിവിൽ $70,000 ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യുന്നതിനായിട്ട് ഇന്നലെ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു കമൻറ്റ് ബോക്സിൽ. ആ കമൻറ്റ് ബോക്സിന് നല്ല റെസ്പോൺസാണ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വന്ന ചില കമൻറ്റുകൾ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി പറയാം. ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ തോതിൽ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് $60 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നലെ അത് $86 ടച്ച് ചെയ്തിരുന്നു. അതായത് കുറഞ്ഞ ആഴ്ചകൾ കൊണ്ട് 40% മുകളിലുള്ള ഒരു നേട്ടമാണ് ഇപ്പോൾ ക്രൂഡ് ഓയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ $100 ടച്ച് ചെയ്യുമോ എന്നത് തന്നെയാണ് ഇന്നത്തെ ചോദ്യം. $100 ടച്ച് ചെയ്യും എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അഥവാ അല്ല എന്നാണെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഈ പ്രീ മാർക്കറ്റ് വീഡിയോയുമായി വരുമ്പോൾ വളരെ ഏറ്റവും കോറായിട്ടുള്ള ധാരാളം വാർത്തകളാണ് ഇതിൽ ഉൾപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് കൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ്. ആഗോള ക്രൂഡ് ഓയിൽ വില ഏകദേശം $10 ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ GDP വളർച്ചയിൽ അതായത് $10 ഒക്കെ ഒരു വ്യത്യാസം വരികയാണെങ്കിൽ ഏകദേശം 0.5% വരെ ഒരു കുറവുണ്ടായേക്കാം എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ എണ്ണവില ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി കാണുന്നത് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ തമ്മിലുള്ള സംഘർഷം കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് വഴി ലോകത്തിലെ 20 മുതൽ 25% വരെ ഓയിൽ ട്രാൻസ്പോർട്ട് നടക്കുന്നു. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സപ്ലൈ ഭീഷണി ഉണ്ടായതും ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും. ഏവിയേഷൻ, പെയിന്റ്സ് തുടങ്ങിയ മേഖലകൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ മറ്റ് ചില സെക്ടറുകൾ കൂടി നമ്മൾ ഫോക്കസിൽ വെക്കേണ്ടതുണ്ട്. ക്രൂഡ് ഓയിൽ വില വർധനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫെർട്ടിലൈസർ ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്.
കൃഷി ഇൻപുട്ട് ചെലവുകളിൽ ഒരു വർധനവ് വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഫെർട്ടിലൈസർ കമ്പനികളായിട്ടുള്ള ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, കോറമണ്ടൽ ഇന്റർനാഷണൽ, നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്, RCF, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് തുടങ്ങിയ സ്റ്റോക്കുകളും UPL ലിമിറ്റഡ്, PI ഇൻഡസ്ട്രീസ്, ധാനുക അഗ്രി ടെക് തുടങ്ങിയ കമ്പനികളും ഒന്ന് ഫോക്കസിൽ വെക്കേണ്ടതുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ്. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം പ്ലാന്റിൽ US FDA പരിശോധന പൂർത്തീകരിച്ചു. വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. സ്റ്റോക്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മറ്റൊരു കമ്പനി ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. കമ്പനി അതിൻ്റെ ജോയിൻറ്റ് വെഞ്ചർ ആയിട്ടുള്ള അലയൻസ് ജിയോ റീഇൻഷുറൻസിൽ ഏകദേശം 147 കോടി രൂപ നിക്ഷേപിച്ചു. ഈ പണം കമ്പനി ബിസിനസ് വികസനത്തിനായി ഉപയോഗിക്കും. അടുത്തത് ബജാജ് ഓട്ടോ എന്ന കമ്പനിയാണ്. KTM AG എടുത്തിരുന്ന 450 മില്യൺ യൂറോ ലോൺ നേരത്തെ തന്നെ തിരികെ നൽകി. അതിനാൽ ആ ലോൺ കരാർ ഇപ്പോൾ അവസാനിച്ചു. അടുത്തത് സ്റ്റാൻഡേർഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന കമ്പനിയാണ്. മിഡിൽ ഈസ്റ്റ് വിപണിയിൽ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാൻ API ഫാർമസ്യൂട്ടിക്കൽസ് ട്രേഡിംഗ് LLCയുമായി കരാർ ചെയ്തു. മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കും. അടുത്തത് സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ് ആണ്. ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ് കമ്പനിയുമായി കരാർ ഒപ്പുവെച്ചു. അടുത്തതായി ടാറ്റ LXE എന്ന കമ്പനി ദേവ് സ്റ്റുഡിയോ .ai എന്ന പുതിയ AI പ്ലാറ്റ്ഫോം പുറത്തിറക്കി. അടുത്ത ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ്. കല്യാണി സ്ട്രാറ്റജിക് സിസ്റ്റംസിനൊപ്പം MOU കമ്പനി ഒപ്പുവെച്ചു. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ബിഗിനേഴ്സിനായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചും പ്രത്യേകമായിട്ടുള്ള സ്ട്രാറ്റജികളെക്കുറിച്ചും AI ഉപയോഗിച്ചുള്ള ട്രേഡിങ്ങിനെ കുറിച്ചുമൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോഴ്സിൽ സീറ്റ് ബുക്ക് ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ, സെയിൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്ക്. FIS 3752 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 5153 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 24,766 285 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അവസാന മണിക്കൂറിൽ നല്ലൊരു ബുൾ റൺ ഉണ്ടായതാണ് നിഫ്റ്റി 1% മുകളിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കാരണമായത്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ദിവസവും ഒരു പോസിറ്റീവ് ക്യാൻഡിൽ തന്നെയാണ് നിഫ്റ്റിയിൽ ഫോം ആയിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞ ക്രൂഷ്യലായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് സോണിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സോണിന് താഴെയായിട്ടും ഇന്ന് ഒരുപക്ഷെ ക്ലോസിംഗ് വെക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് വാച്ച് ചെയ്തതിന് ശേഷം പറയാം. അതായത് ഡൗൺ സൈഡിൽ 3 ടച്ച് പോയിന്റുകളുള്ള ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഇതുകൂടാതെ നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് സോണും പ്രധാനപ്പെട്ടതാണ്. ഈ 2 ലെവലുകളും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ക്രൂഷ്യലായിട്ട് വരുന്നത് ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,800-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,600-ഉമാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 59,056-ൽ 301 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിൽ ഈ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് ഒരു വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്കൊക്കെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയാം. ഇനി ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിൽ പിന്നീട് മറ്റൊരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ കൂടിയുണ്ട്. അതും ക്രൂഷ്യൽ ആവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ ഈ ഒരു സപ്പോർട്ട് സോണും പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായി വരുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.